അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ഖുർആൻ ആരും കെട്ടിയുണ്ടാക്കിയതല്ല. അള്ളാഹുവിങ്കൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശ്വസ്ത ദൂതനായ പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ന്യായയുക്തവും കാര്യസമ്പൂർണവും മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആൻ. സത്യവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് മൂലം ഉറപ്പും ദൃഢതയും ലഭിക്കുന്നു. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ച് കാട്ടുന്ന മാർഗദർശനവും അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ് ഈ പരിശുദ്ധ ഖുർആൻ. സത്യനിഷേധികൾ ഖുർആനെ കണ്ണടച്ച് നിഷേധിക്കുന്നവരായതുകൊണ്ട് ഇതൊന്നും അവർക്ക് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ലെന്നും സത്യവിശ്വാസവും സന്മാർഗവും അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തും ഓരോ സൂറത്തും അവർക്ക് ഹിദായത്തും ഈമാനും ദാർഢ്യവും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെട്ടാൽ ഈ കപടവിശ്വാസികൾ അല്ലെങ്കിൽ ബഹുദൈവാരാധകർ അവർ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചതെന്ന്. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ വിശ്വസിച്ചവർക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാകട്ടെ അവർക്ക് അത് മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയും അവർ അവിശ്വാസികളായും കൊണ്ട് മരണമടയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരും രക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.